മുഗൾ രാജാക്കന്മാരെക്കുറിച്ചുള്ള അധ്യായം ഒഴിവാക്കി NCERT. 7ാം ക്ലാസ് സാമൂഹിക പാഠം പുസ്തകത്തിൽ നിന്നാണ് അധ്യായം ഒഴിവാക്കിയത്. പകരം മഗധ, മൗര്യ, ശതവാഹന തുടങ്ങിയ പുരാതന ഇന്ത്യൻ രാജവംശങ്ങളെക്കുറിച്ചുള്ള അധ്യായങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുള്ള പാഠഭാഗവും ഒഴിവാക്കിയവയിൽ ഉൾപ്പെടുന്നതാണ്. 2025 മഹാകുംഭമേളയെക്കുറിച്ചുള്ള പരാമർശം പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. വിനീത VG വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. വിനീത, 12 അധ്യായമുള്ള പുസ്തകത്തിന്റെ ആദ്യ ഭാഗം, അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇതിന് NCERTയുടെ വിശദീകരണം എന്താണ് വിനീത? ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വേരൂന്നിയതും പ്രായത്തിനനുസരിച്ചുള്ള രീതിയിൽ ആഗോള കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുന്നതുമാണ് ഈ പുസ്തകമെന്നാണ് പുസ്തകത്തിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പുസ്തകത്തിൽ നിന്ന് TK സൂചിപ്പിച്ചതുപോലെ സാമൂഹിക പാഠ പുസ്തകത്തിന്റെ 1ാം ഭാഗമാണ്. ഈ 1ാം ഭാഗത്തിൽ 12 അധ്യായങ്ങളാണുള്ളത്. ഈ അധ്യായങ്ങളിൽ നിന്നാണ് മുഗൾ രാജാക്കന്മാരെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ സാമൂഹിക പാഠക പുസ്തകത്തിൽ നിന്നാണ് ഈ അധ്യായങ്ങൾ പൂർണ്ണമായും നീക്കിയിരിക്കുന്നത്. പകരം മഗധ, മൗര്യ, ശതവാഹന തുടങ്ങിയ പുരാതന ഇന്ത്യൻ രാജവംശങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളും പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2025 മഹാകുംഭമേളയെക്കുറിച്ചുള്ള പരാമർശം ഈ സാമൂഹിക പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 3ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ നേരത്തെ തന്നെ NCERT പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് വംശത്തെക്കുറിച്ചുള്ള ചില പാഠഭാഗങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ശരി, വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.